ആ ഭൂമിയിലെ കുടിയേറ്റക്കാരായിട്ടുള്ള 16 കുടുംബങ്ങൾക്ക് പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി അപേക്ഷ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ആരോഗ്യ വകുപ്പിൽ നിന്ന് നിരാക്ഷേപ പത്രം കിട്ടാതെ ദീർഘകാലം നടന്നത് മുന്നോട്ട് പോകേണ്ടതാണ്. മാറി മാറി വന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും ഒക്കെ പലതവണ ഈ ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ആരോഗ്യ വകുപ്പിലും റവന്യൂ വകുപ്പിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ ലഭ്യമല്ല എന്ന് കാണുന്ന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിച്ച പട്ടയ മിഷൻ എന്ന പദ്ധതിയിൽ പട്ടയ ഡാഷ്ബോർഡിലേക്ക് വിഷയം ഉൾപ്പെടുത്തണം എന്ന് പട്ടയ അസംബ്ലി തീരുമാനിക്കുകയും MLA മാർക്ക് വേണ്ടി റവന്യൂ വകുപ്പ് നടത്തുന്ന ജില്ലാ റവന്യൂ അസംബ്ലിയിൽ അവർ സംശയിക്കുകയും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പട്ടയ ഡാഷ്ബോർഡിന്റെ തുടർച്ചയായിട്ടുള്ള വിചാരണയും അദാലത്തും മന്ത്രിതല 3 മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് ആർക്കൈവ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പട്ടയ ഡാഷ്ബോർഡിലേക്ക് കൈമാറിയിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ സെക്രട്ടേറിയറ്റ് ആർക്കൈവ്സിൽ 74 കൈമാറിയ ഭൂമിയുടെ രേഖകളുണ്ടോ എന്ന് കണ്ടെത്താൻ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകമായി ഉത്തരവ് കൊടുക്കുന്നു. എന്തായാലും അന്ന് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ കണ്ടെത്താൻ കഴിയുകയും ആ 16 കുടുംബങ്ങളുടെ ഭൂമി നൽകാൻ കഴിയുന്ന അവിസ്മരണീയമായിട്ടുള്ള ഒരു സന്ധിയായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഞാൻ പറയുന്നത് ഒറ്റയടിക്ക് റവന്യൂ വകുപ്പിന്റെ വില്ലേജ് ഓഫീസിലോ അനുബന്ധ ഓഫീസുകളിലോ ഈ രേഖ കണ്ടെത്തണമെന്നില്ല. പുതിയ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ പക്ഷേ നാട്ടുകാരെ പൊങ്കാലി എടുക്കുന്നത് മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വം. ഞങ്ങളത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാതൃവകുപ്പ് എന്ന നിലയിൽ റവന്യൂ വകുപ്പിൽ ചീത്തയെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി രേഖ കിട്ടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഈ രേഖയില്ലാതെ മുന്നോട്ട് പോയാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കേസിന്റെ ഭാഗമായി നടത്തിയിരിക്കും. ഇപ്പോ ഈ സമ്മേളന വേദിയുടെ പുറകിൽ എത്തിച്ചേർന്നിരിക്കുന്ന സതീഷ് കൂട്ടുകാർ പെരുമ്പട്ടിയിലെ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താൻ എത്ര വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ്. പെരുമ്പട്ടി ഉൾപ്പെടുന്ന വനമേഖലയിൽ പെടുന്ന സ്ഥലമാണ് എന്ന് BTR രേഖപ്പെടുത്തി എത്രയോ പതിറ്റാണ്ടുകളായി പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം കാണാതെ പെരുമ്പട്ടി ഒരു ചോദ്യമായി നിൽക്കുക. മാറി മാറി വന്ന ഗവൺമെന്റിൽ എത്ര നടപടിക്രമത്തിന് തുടക്കം വെച്ചു. വനഭൂമിയാണ് എന്ന ധാരണ വെച്ചുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ 93 ചട്ടമനുസരിച്ച് പട്ടയം കിട്ടാൻ ദേവിയാർ നടത്തി പരിവേഷ് പോർട്ടൽ എൻട്രി ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് മാറ്റുകൂടി ചെയ്തു. അവിടെ ഭൂമിയുടെ അവകാശമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടൊരു കൂട്ടം ഏക്കർ കണക്കിന് ഭൂമിയുടെ ഉടമസ്ഥന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എത്ര പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഞാൻ മന്ത്രിയായി വന്നത് ആദ്യത്തെ പട്ടയ വിതരണത്തിന് റാണിയിൽ ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ചെല്ലുമ്പോൾ ദീർഘകാലമായി തങ്ങളെ പറഞ്ഞു വെച്ചു എന്ന പേരിൽ പെരുമ്പട്ടിയിലെ ആളുകൾ നടത്തുന്ന സമരം നടത്തവരെ നടക്കുകയുണ്ടായി. ഞങ്ങളെവിടെ പറഞ്ഞു എല്ലാ വിധത്തിലുള്ള നൂലാമാലകളും ഞങ്ങൾ നോക്കും. എത്ര കോടതി കേസുകൾ, എത്ര ഉത്തരവുകൾ, എത്ര സ്റ്റേകൾ. അവസാനം കേരളത്തിൽ ഗവൺമെന്റ് ലക്ഷം പട്ടയം ഒരു നാട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞ റവന്യൂ വകുപ്പിന്റെ ഖാദി ഞങ്ങൾക്ക് നേടാനായത് ഈ ഗവൺമെന്റിന്റെ കാലത്തുള്ള റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനത്തിന് കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ. അങ്ങനെ പറഞ്ഞാൽ 2016 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 9 വർഷക്കാലം പിന്നിടുമ്പോൾ 4,09,955 പട്ടയങ്ങൾ ഗവൺമെന്റ് വിതരണം ചെയ്യാൻ. 4,09,955 രേഖകളല്ല. 2016 ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ചിത്രങ്ങൾ കണ്ടപ്പോൾ ആ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കൊന്ന് കാര്യം നമ്പുരാനെ ഞങ്ങളുടെ ഭൂമിക്ക് അഥവാ മരിച്ചാൽ കുടിച്ചിടാൻ ആവടി മണ്ണിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും കരയുകയും അഭ്യർത്ഥിക്കുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്ത 4,09,000 കുടുംബങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മാറി എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ പച്ചമലയാളം. പട്ടയം കൊടുക്കുന്നതിന് നിലവിലുള്ള കേരളത്തിലെ നിയമങ്ങളെയും ചട്ടങ്ങളെയും മനുഷ്യനുകൂലമായി വഹിക്കേണ്ടി വന്നാൽ ഒരു മടിയുണ്ടാകില്ല എന്ന് ഗവൺമെന്റ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇപ്പോ കേരളത്തിൽ പട്ടയം കൊടുക്കാനുള്ള സാമ്പത്തിക വാർഷിക വരുമാനം 1 ലക്ഷം രൂപയാണ്.
1 ലക്ഷം രൂപ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു പദ്ധതിയല്ല. അതുകൊണ്ട് കേരളത്തിലെ പട്ടയ വിതരണത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി ഉയർത്താനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഈ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൂടി പുറത്തിറക്കിയാൽ ധാരാളമായി അക്കാര്യത്തിൽ മാറി നിർത്തപ്പെടേണ്ടി വരുന്ന ആളുകൾക്ക് കൂടി ആ പട്ടയ ലഭ്യമാക്കുക എന്ന സൗകര്യത്തിലേക്ക് സംവിധാനത്തിലേക്ക് പോകാൻ കഴിയും. ഇപ്പോ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ സുബാൽ, പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്റെ അധ്യക്ഷതയിൽ ഈ പറയുന്ന മഹാദർബാറായിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം കൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായും വിളിച്ചിരുത്തി ഒരു പക്ഷേ 1/2 നൂറ്റാണ്ടുകാലമായി ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ തീരത്ത് താമസിക്കുന്ന ഭൂമിയുടെ അവകാശത്തെ കുറിച്ച് ഉന്നയിക്കാൻ പോലും പറ്റാത്ത ആളുകളുടെ പട്ടയം കൊടുക്കുന്നതിൽ അന്ത്യമായ നടപടികളിലേക്ക് കടന്ന് അവിടെയുള്ള ആളുകൾക്ക് ഭൂമി പൂർണ്ണമായും സർവ്വത്തിന് വിധേയമായി 3 ജില്ലകളിൽ ഉൾപ്പെടുന്ന പ്രശ്നമായിട്ട് 2 ജില്ലകളിൽ ഉൾപ്പെടുന്ന പ്രശ്നമായിട്ട് കൊല്ലം ജില്ലാ കളക്ടറെ അതിന്റെ നോഡൽ ഓഫീസറാക്കി വെച്ച് ആ പ്രവർത്തനങ്ങൾ അന്ത്യഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇങ്ങനെ കേരളത്തിലെ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കാൻ സാധാരണക്കാരനായ മനുഷ്യന് ലോകത്ത് മറ്റെവിടെയും ഭൂമിയില്ലെങ്കിൽ പാമ്പുകൾക്ക് നാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്ന കാരണം പ്രസക്തമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും തലചായ്ക്കാൻ ഭൂമിയിൽ ഇടം കൊടുക്കുക എന്നത് ഏറ്റവും മുഖ്യമായ ലക്ഷ്യമായി കാണുന്ന ഒരു ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങളിൽ നേടിയ വലിയ വിജയത്തിന്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ കൊടുക്കാൻ പോകുന്ന 39 പട്ടയങ്ങൾ എന്ന് പ്രാഥമികമായി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇത് നമുക്ക് ഈ 16 കഴിച്ച് ബാക്കി 23 പട്ടയങ്ങളിലേക്ക് വന്നാൽ അതും വളരെ വിചിത്രമായി വേണമെങ്കിൽ ദീർഘകാലമായി എല്ലാ വിധത്തിലുള്ള ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് വിതരണം ചെയ്യാൻ പറ്റാത്ത തോടുപുറമ്പോക്കിലെ 9 കേസുകൾ, കുളംപുറമ്പോക്കിലെ 2 കേസുകൾ, KP കലാപുറമ്പോക്കിൽ ഉൾപ്പെട്ട ഒരു കേസ്, കൊടുമൺ KKG കോളനിയിൽ ഉൾപ്പെട്ട 17 കേസുകളെല്ലാം അടക്കമുള്ള ആധികാരികമായിട്ടുള്ള ഒരു സംവിധാനമായി ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. കൊടുമൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ തണ്ടപ്പേർക്കുള്ളതും ആ സ്ഥലം റവന്യൂ വകുപ്പിൽ വിട്ടു നൽകാതെ തന്നെ കൈവശക്കാരായിട്ടുള്ള 17 പേർക്ക് ആധാരം രജിസ്റ്റർ ചെയ്യാം എന്ന് അംഗീകരിച്ചെങ്കിലും ആ നടപടികൾ നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒന്നായി ഇത് മാറുകയാണ്. കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇപ്പോൾ 4,09,955 റെക്കോർഡിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 2025-26 ഈ ഗവൺമെന്റ് ഇനി അധികാരത്തിലുള്ള 262 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം പട്ടയമായി ആ പട്ടയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും റവന്യൂ വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞതായി കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ദൃഢമായ പ്രവർത്തനത്തിലേക്ക് പോകുന്നില്ല. പ്രിയങ്കരനായിട്ടുള്ള ചിറ്റയൻകുമാർ, ആദരണീയനായിട്ടുള്ള നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചു. എന്തായാലും ആഗസ്റ്റ് മാസത്തിന്റെ മുമ്പ് പിന്നൊന്നുകൂടി നമുക്ക് നോക്കാം. എന്തായാലും അടൂർ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ തന്നെ എല്ലാ റവന്യൂ ഓഫീസുകളും സ്മാർട്ടായ കേരളത്തിലെ ഒരു നിയോജകമണ്ഡലമായിട്ട് മാറും എന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിനയത്തോടെ ചിത്രയിൽ തലയാട്ടിയിരിക്കുന്നത് കാണുമ്പോൾ വളരെ മര്യാദകാരനായിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് വർഷാവർഷം ചെലവഴിക്കുന്ന സംഖ്യയിൽ ഒരു സിംഹഭാഗം ഈ കണക്കുകളില്ല. ഏതോ വണ്ടിയിൽ കടൂരിലേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് എല്ലാ കണക്കുകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അത് പാലങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, റവന്യൂ ഓഫീസുകളുടെ കാര്യത്തിലാണെങ്കിൽ, സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ, റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ, ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിൽ, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ എല്ലാം പറയും. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ ഇതിൽ കൂടുതലൂടെ കിട്ടുന്നുണ്ടോ
എന്ന് ഞങ്ങൾക്ക് സംശയമൊന്നും, ഞങ്ങൾ മനുഷ്യന്മാരാണല്ലോ, എംഎൽഎമാരൊക്കെയാണല്ലോ. അപ്പൊ ഓരോന്നും വിവരിക്കുമ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ എത്ര കിട്ടി എന്ന് മുക്കി നോക്കാൻ ഇടവരും എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഞങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് നിലനിൽ നോക്കുന്നുണ്ട് എല്ലാം അധികാരികളിൽ 3 മാസം അത് കഴിഞ്ഞാൽ പിന്നെ ഔപചാരികമായി പ്രഖ്യാപിക്കലില്ല. ഭാരതത്തിലെല്ലാം വികസന പ്രവർത്തനങ്ങളിൽ 3 തവണകളിലായി ഒരു സൗഭാഗ്യം പോലെ ലഭ്യമായിട്ടുള്ള ദിനാന്തത്തോളം നടക്കുവാനിരിക്കാം. നേരത്തെ മുമ്പ് നടന്ന വില്ലേജ് ഓഫീസിൽ സാധാരണ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ പോകുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോകോൾ അനുസരിച്ച് പറ്റുന്ന കാര്യമില്ല. നേരത്തെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാബിനറ്റ് നോട്ട് വരാതിരുന്നാൽ, റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ക്യാബിനറ്റിൽ ഒരു പ്രശ്നം വരാതിരുന്നാൽ, ചിറ്റേന്ന് പറയുന്നതാണെങ്കിൽ നേരിട്ട് ആ ഓഫീസിൽ പോയി അവിടെ ചെന്നിരുന്ന് പഴയ എംഎൽഎ ആയിരുന്ന കാലം പോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്ത് പോകാൻ ഇപ്പോഴും ചില കാരണമുണ്ട്. ഇല്ലാതെ ആ വികസനത്തിന്റെ തിരുവണക്കാലങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകാൻ കഴിയുന്നത് അദ്ദേഹത്തെ പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചോദിച്ചു. ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ വെച്ച് കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി 350 വീടുകളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കാൻ നടപടിയിലേക്ക് പോകുന്നത്. അതിൽ പട്ടികജാതി വകുപ്പുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ 137 വീടുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് ജനറൽ വിഭാഗത്തിൽ 220 വീടുകൾ. അങ്ങനെ മുഴുവൻ വീടുകളും 358 വീടുകൾ ഏതാണ്ട് പൂർത്തീകരണത്തിന്റെ വർക്കിലെത്തി നിൽക്കുന്ന വിവരം ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അതിന് പൂർത്തീകരിച്ച ഒരാൾ ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട റവന്യൂ താക്കോൽ നൽകുന്നതാണ്. കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി വികസന പ്രക്രിയയിൽ എല്ലാ ജനപ്രതിനിധികളെയും കൂട്ടിയൊഴിപ്പിച്ച് കക്ഷി രാഷ്ട്രീയമായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിൽ നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് പോകണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് എന്നുള്ള ആ സ്വപ്നം. അത് 358 വീട് പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഇവിടെ അതിന്റെ ഒരു താക്കോൽ ദാന ചടങ്ങ് കൂടി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പിൽ ഇവിടെ വെച്ച് നൽകും എന്ന വിവരം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ പട്ടയ വിതരണ ചടങ്ങ് ആരംഭിക്കും. ആദ്യം